3000-ലധികം വർഷം പഴക്കമുള്ള ഒരു നഗരമാണ് പ്രയാഗ്രാജ്. രാമായണത്തിലും മഹാഭാരതത്തിലും മറ്റ് പ്രധാന ഇതിഹാസ പുസ്തകങ്ങളിലും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു നഗരമാണ്. സരസ്വതി, ഗംഗ, യമുന ഈ 3 നദികളുടെ സംഗമ സ്ഥാനമാണ് പ്രയാഗ്രാജ് എന്നാണ് പറയപ്പെടുന്നത്. മഹാകുംഭമേള നടക്കുന്ന സമയങ്ങളിൽ, അതായത് 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ കുംഭമേളയുടെ സമയത്ത് ഇവിടെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ആ ഒരു അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾ പോയി കണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, കാഴ്ചകൾ ഒക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. പ്രയാഗ്രാജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ നിന്നും ആ സ്ഥലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു ഏരിയയെക്കുറിച്ച്, ത്രിവേണി സംഗമത്തെക്കുറിച്ച് ഒക്കെ കേട്ട കാര്യങ്ങൾ ഒട്ടും നല്ലതായിരുന്നില്ല. അവിടുത്തെ തിരക്ക് അല്ലെങ്കിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ബഹളങ്ങൾ, തിരക്കുകൾ, അപകടങ്ങൾ, ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചിരിക്കും. എങ്കിൽ തന്നെയും ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള സ്റ്റേയുടെ കാര്യത്തിലാണെങ്കിലും സ്നാനം ചെയ്യുന്ന ദിവസങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ടൈം ടേബിൾ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയാണ് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്തത്. ആലുവയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഫെബ്രുവരി 4-ാം തീയതിയാണ് മംഗള ലക്ഷദ്വീപ് ട്രെയിനിൽ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നേരിട്ട് പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനിൽ ടിക്കറ്റുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് പിന്നീട് പ്രയാഗ്രാജിലേക്കുള്ള യാത്രയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. വൈകുന്നേരം ഫെബ്രുവരി 4-ന് പുറപ്പെട്ട ഞങ്ങൾ ഫെബ്രുവരി 6-ാം തീയതി, 2 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 6-ാം തീയതി ഝാൻസി റെയിൽവേ സ്റ്റേഷനിലെത്തി. TGLS എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഞങ്ങൾ രാവിലെ എത്തി. അവിടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ച് ഝാൻസിയിൽ നിന്നും രാവിലെ പുറപ്പെടുന്ന ചമ്പൽ എക്സ്പ്രസ്സിൽ ഒരു 3rd AC ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതനുസരിച്ചിട്ട് ചമ്പൽ എക്സ്പ്രസ്സിൽ ഞങ്ങൾ പ്രയാഗ്രാജിലേക്ക് യാത്ര തുടർന്നു. ഫെബ്രുവരി 6-ന് രാവിലെ ഝാൻസിയിലെത്തുകയും അന്ന് വൈകുന്നേരം തന്നെ പ്രയാഗ്രാജിലെത്തി പറ്റുന്നിടത്തോളം കാര്യങ്ങൾ നേരത്തെ തന്നെ കഴിച്ചുകൂട്ടി ഫെബ്രുവരി 7-8 ദിവസങ്ങളിൽ അയോധ്യയും അതുപോലെ അയോധ്യയിൽ തിരിച്ച് വാരണാസിയും, അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാനിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയിരുന്നു. നമ്മൾ ഒരു 4 മണിക്കാണ് പ്രയാഗ്രാജിലെത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് അവിടെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാം എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് എന്തായാലും ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നടന്നില്ല. വൈകുന്നേരം ഒരു 8:30-9 മണിയോട് കൂടിയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തിയത്. മഹാകുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പ്രയാഗ്രാജിലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നടത്തിയിരുന്നു. അവിടെ നിന്നും ഓരോ സ്നാന ഘട്ടങ്ങളിലേക്കും പോകേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഓരോ സംഘം സ്നാന ഘട്ടങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരെ കൃത്യമായിട്ട് അവിടെയുള്ള വോളണ്ടിയേഴ്സ്, പോലീസുകാർ, അതുപോലെ ഓരോ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഒക്കെ കൃത്യമായിട്ടുള്ള അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും അവരെ കൃത്യമായിട്ട് ഓരോ വാഹനങ്ങൾ കയറ്റിവിടുന്നതിലും ഒക്കെ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കുംഭനഗരിയെ ഒരു താൽക്കാലിക ജില്ലയായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് UP സർക്കാർ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 4000 ഹെക്ടറിലായി ഗംഗയുടെയും യമുനയുടെയും ഇരുകരകളിലായി ഏതാണ്ട് 1.5 ലക്ഷം ടെൻറ്റുകളാണ് UP സർക്കാർ നിർമ്മിച്ചിട്ടുള്ളത്. ത്രിവേണി സംഗമത്തിൽ സുരക്ഷിതമായിട്ട് സ്നാനം ചെയ്യുന്നതിന് 12 കിലോമീറ്റർ നീളത്തിലെ സ്നാനഘട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഇതുവരെ കാണാത്ത രീതിയിലുള്ള AI ടെക്നോളജിയോട് പ്രവർത്തിക്കുന്ന 27,000 CCTV ക്യാമറകൾ നിർമ്മിച്ചിട്ടുണ്ട്. താൽക്കാലിക പോലീസ് സ്റ്റേഷനുകളും ആശുപത്രികളും മലിനജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ നിറയെ പോലീസുകാരും അതുപോലെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ട് അനൗൺസ്മെൻറ്റ് സെറ്റപ്പും അതുപോലെ കൃത്യമായിട്ട് വഴി കാണിക്കുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കോടിക്കണക്കിന് ആളുകൾ ദിവസവും എത്തുന്ന സ്ഥലമാണ്. അപകടങ്ങളും തിരക്കുകളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. വൈകുന്നേരം ഒരു 8:30-9 മണിയോട് കൂടിയാണ് ഞങ്ങൾ പ്രയാഗ്രാജ് ജംഗ്ഷനിൽ എത്തിയത്. എങ്കിലും ഞങ്ങൾ താമസിക്കുന്ന ആ റൂമിലേക്ക്, ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് എത്താനായിട്ട് പിന്നെയും ഒരു 1.5-2 മണിക്കൂറോളം എടുത്തു. പ്രയാഗ്രാജിൻ്റെ പ്രധാന ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് എത്താനായിട്ട് കുറച്ചൊരു ദൂരം ഉണ്ടായിരുന്നു, കുറച്ചൊരു സമയം എടുത്തു. എനിവേ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ സംഘം സ്നാനത്തിനായിട്ട് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനായിട്ട് പോകാനായിട്ട് റെഡിയായി. അവിടുന്ന് ഒരു ഓട്ടോ, ചെറിയ എന്താ പറയുക, ഓട്ടോ റിക്ഷകൾ അല്ലാതെ റിക്ഷകളൊക്കെ അവിടുന്ന് അവൈലബിൾ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ താമസ സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള ത്രിവേണി സ്നാനഘട്ടം ഏതാണെന്ന് നോക്കി. അങ്ങോട്ട് ഒരു 16 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്ന് മനസ്സിലായി.
ത്രിവേണി സംഗമത്തിന് ഏകദേശം അടുത്തായിട്ടുള്ള ഒരു സ്നാനഘട്ടമാണ് ഇത്. അക്ബർ ഫോർട്ടിന് അടുത്തുള്ള ഒരു സ്നാനഘട്ടമാണ്. അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഒരു റിക്ഷ അറേഞ്ച് ചെയ്തു. ഒക്കെ ഈ ഒരു മാപ്പിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ത്രിവേണി സംഗമം. ഈ ഒരു ഏരിയയിലാണ് ത്രിവേണി സംഗമം കൂടുതലായിട്ടും സ്നാനം ചെയ്യാനായിട്ട് ആളുകൾ വരുന്നത്. സ്നാനത്തിനായിട്ട് ആളുകൾ വരുന്ന സംഗം ഘട്ടുകൾ എന്നറിയപ്പെടുന്ന ഏരിയ ഇവിടെയാണ്. സംഗം ഘട്ടുകൾക്ക് ഏതാണ്ട് 6-7 കിലോമീറ്റർ മുമ്പ് നമ്മളെ റിക്ഷ ഡ്രോപ്പ് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു തന്നെ എത്തണം. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ ഒന്നും അലോഡായിരുന്നില്ല. ഒരു എന്താ പറയുക, ഒരു 6-7-8 കിലോമീറ്ററോളം നടന്ന് ഗംഗ, യമുന, സരസ്വതി, ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് എത്തിയിട്ട് വേണം അവിടെയുള്ള സ്നാനഘട്ടങ്ങളിൽ വേണം നമുക്ക് സ്നാനം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു 7-8 കിലോമീറ്റർ നടക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ഒരു 10-12-15 കിലോമീറ്ററോളം എങ്കിലും നമ്മൾ ഒരു വൺ സൈഡിലേക്ക് സ്നാനം ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നിട്ടുണ്ട്. ഏതാണ്ട് 60 കോടി ആളുകളെയാണ് യു പി സർക്കാർ കുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതുവഴി ഏകദേശം 2 ലക്ഷം കോടിയുടെ റവന്യൂ, ഒരു ലാർജ് സ്കെയിൽ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് 7500 കോടി രൂപ മുടക്കി 2 ലക്ഷം കോടി തിരിച്ചുപിടിക്കുന്ന ബിസിനസ് തന്ത്രം. തിരക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഒരിക്കലും വാക്കുകളിലൂടെ പറയാൻ സാധിക്കാത്തത്ര, അല്ലെങ്കിൽ എത്ര വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്ര തിരക്കാണ് ഈ ഒരു സ്നാനഘട്ടത്തിലേക്ക് മാത്രമുള്ളത്. അതുപോലെ ഒരുപാട് സ്നാനഘട്ടങ്ങളുണ്ട്. പല തീരങ്ങളിലായിട്ടും പല ഘാട്ടുകളിലായിട്ടും ഒരുപാട് സ്നാനഘട്ടങ്ങൾ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവുള്ള ഒരു സ്നാനം ചെയ്യുന്ന ഒരു ഏരിയയാണ്. എന്നിട്ട് കൂടി അവിടുത്തെ ഒരു തിരക്ക് എന്താ പറയുക, വളരെ വലിയൊരു തിരക്കായിരുന്നു. എന്നാൽ ആ സ്നാനഘട്ടത്തിന് അടുത്ത് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മൾ മുങ്ങി വരുന്ന ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 1 മണിക്കൂറോളം നടന്ന് ഞങ്ങൾ യമുനയുടെ തീരത്തെത്തി. എൻ്റെ മുന്നിൽ കാണുന്നതാണ് യമുന നദി. അതുവഴി ബോട്ടിലും അല്ലെങ്കിൽ ചെറിയ വള്ളങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അതുപോലെ എൻ്റെ പിന്നിൽ സ്ക്രീനിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്നതാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമത്തിൽ വളരെ നന്നായിട്ട് തന്നെ സ്നാനം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി. പോകുന്ന വഴിയിൽ നിറയെ കച്ചവടക്കാരും സർക്കസുകാരും പുസ്തകങ്ങൾ വിൽക്കുന്നവരും രാമായണം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നൽകുന്നവരും ഒക്കെ ഉണ്ട്. പ്രയാഗ്രാജിലെ ആദ്യ ദിവസം, അതായത് സംഘം സ്നാനത്തിൻ്റെ ദിവസം, ഞങ്ങൾ നടന്നത് ഏതാണ്ട് 26 കിലോമീറ്റർ ദൂരമാണ്. ഏകദേശം ഒരു കണക്കാണ് ഇത്. ഇപ്പോൾ ഉള്ള ഈ നൃത്തം ബോട്ട് ക്ലബിലേക്കാണ്. കുംഭമേളയോടനുബന്ധിച്ചിട്ട് സർക്കാർ വിവിധ കൾച്ചറൽ പ്രോഗ്രാംസ്, ആർട്ട് ഫെസ്റ്റുകൾ, അതുപോലെ തന്നെ കലാപ്രദർശനങ്ങൾ, ഡ്രോൺ ലൈറ്റ് ഷോ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മേള നഗരിയിൽ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ത്രിവേണി സ്നാനത്തിന് ശേഷം ഞങ്ങൾ ബോട്ട് ക്ലബിൽ നടക്കുന്ന വാട്ടർ ലേസർ ഷോ കാണാൻ പോകാനായിട്ട് തീരുമാനിച്ചു. ഒപ്പം നദിയിലൂടെ ഒരു ബോട്ട് യാത്രയും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അക്ബർ ഫോർട്ടിൽ നിന്നും ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന കാളിഘട്ടിലേക്ക് ഏതാണ്ട് 5 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ നടന്ന് എത്തിയപ്പോഴത്തേക്കും ഏകദേശം 5:30 കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ട് ബോട്ട് യാത്രയ്ക്ക് അനുമതിയില്ല. അധികൃതരുടെ പുതിയ നിർദ്ദേശം അനുസരിച്ചിട്ട് 5 മണി കഴിഞ്ഞിട്ട് ബോട്ട് യാത്രയ്ക്ക് അനുമതി ഇല്ല എന്നുള്ളത് ഞങ്ങളെ കുറച്ചൊന്ന് നിരാശരാക്കി. വൈകിട്ട് ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങി. ബോട്ട് യാത്രയ്ക്ക് പോകാത്തതിലുള്ള ഞങ്ങളുടെ സങ്കടം മാറിയത് ആ ഒരു ലൈറ്റ് ഷോ കണ്ടപ്പോഴാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ.
പിറ്റേന്ന് നമ്മൾ അയോധ്യയിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അയോധ്യയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയി തിരിച്ച് വാരണാസിയിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ടും അയോധ്യയിലേക്ക് ഞങ്ങൾ പോകേണ്ട, പിന്നീട് ഒരിക്കൽ അയോധ്യയിൽ കാണാനായിട്ട്, രാമക്ഷേത്രം കാണാനായിട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും പിറ്റേന്ന് ഞങ്ങൾ വാരണാസിയിലേക്ക് ഞങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വാരണാസിയിലേക്ക് പോകാനായിട്ട്, കാശിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു.